പുണ്യം പിറന്ന ശിവഗിരി കുന്നിലെ രണ്ട് ജലസ്രോതസ്സുകൾ. രണ്ടും മരണത്തിന്റെ ആസന്നമായ മരണത്തിന്റെ വക്കിൽ. ഇവിടെ ചില സൈൻ ബോർഡുകളൊക്കെ ഉണ്ട്. ഇതിനെ സംരക്ഷിക്കണം, ഇത് നമുക്ക് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഈ നദിയൊക്കെ സംരക്ഷിക്കണമെന്ന ബോർഡൊക്കെ സർക്കാർ സ്ഥാപിച്ചിട്ടുണ്ട്. ആര് കാണാൻ ആര് കേൾക്കാൻ. ശിവഗിരിയിൽ നിന്നും നടയറയിലേക്കുള്ള വഴിയിലാണ് വിസ്മയ ന്യൂസംഗം. ഇവിടെ രണ്ട് ജലാശയങ്ങളുണ്ട്, ജലസ്രോതസ്സുകൾ. ഒന്ന് ദേശീയ ജലപാത, മറ്റൊന്ന് ഗുരുദേവന്റെ പാദസ്പർശം കൊണ്ട് തന്നെ ധന്യമായ ഒരു കനാൽ. ആ ബോർഡ് കാണാൻ നിങ്ങൾക്ക് ഗുരുദേവൻ സ്നാനം ചെയ്ത വടക്കേ ഓവ്. ഈ ഓവും അതുപോലെ തന്നെ ഈ കനാലും ജലാശയവും ഒക്കെ എങ്ങനെ നമുക്കൊന്ന് നോക്കിയാലോ? രണ്ടിന്റെ ദുരവസ്ഥ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നദികൾക്ക് ആകെയുള്ള അവസ്ഥയിൽ. നവോത്ഥാന നായകനും കേരളത്തിന്റെ തന്നെ ഗുരുവുമായ ശ്രീനാരായണ ഗുരുവിന്റെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായ ശിവഗിരി കുന്നിലെ കനാലിന് സമീപമാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ കനാൽ ഒരു കാലത്ത് ശിവഗിരിയിൽ എത്തുന്ന ഭക്തർ ബലിതർപ്പണത്തിന് ഉപയോഗിച്ചിരുന്നതാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഇന്ന് നദീദിനമാണ്, ലോക നദീദിനമാണ്. ഈ കനാലിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടല്ലോ, കാടുമൂടി കിടക്കുകയാണ്. ഇതിന്റെ കരയിലാകെ പ്ലാസ്റ്റിക് നിക്ഷേപമാണ്, വൻതോതിൽ മാലിന്യം കൊണ്ട് എറിഞ്ഞിട്ടുണ്ട്. ഈ കനാലിന് സമാന്തരമായാണ് നമ്മുടെ ദേശീയ ജലപാത. അതിന്റെ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് തീരും എന്റെ കഷ്ടം എന്ന് ഈ ദേശീയ ജലപാത ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് ദേശീയ ജലപാതയുടെ അവസ്ഥ. ഇതൊക്കെയും നദികളാണ്, നമ്മുടെ പുണ്യം പിറന്ന നദികൾ. പുണ്യം പിറന്ന ശിവഗിരി കുന്നിലെ രണ്ട് ജലസ്രോതസ്സുകൾ, ഒന്ന് കനാൽ, ഒന്ന് ദേശീയ ജലപാത. രണ്ടും മരണത്തിന്റെ ആസന്നമായ മരണത്തിന്റെ വക്കിൽ. വർക്കല നഗരസഭ ഈ ജലാശയങ്ങൾ സംരക്ഷിക്കണമെന്നും ഇവിടെ വൃത്തിയായി സൂക്ഷിക്കണമെന്നും വലിയ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. വർക്കല നഗരസഭ ജലാശയങ്ങൾ മലിനമാക്കാതെ വൃത്തിയായി നമുക്ക് സൂക്ഷിക്കാം. ജലാശയങ്ങൾ മലിനമാക്കുന്നത് പിഴയും തടവ് ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റമാണ്. പ്രിയപ്പെട്ട വർക്കല നഗരസഭയിലെ ഭരണാധികാരികളെ, ഭരണകർത്താക്കളെ, നിങ്ങളുടെ വർക്കല നഗരസഭയുടെ മിനി MCF അജൈവ പാഴ്വസ്തു ശേഖരണ കേന്ദ്രം ഹരിത കർമ്മസേനയുടെ ഉപയോഗത്തിന് മാത്രം കൊണ്ടുവച്ചിട്ടുള്ളത്. ഇതിനകത്ത് മുഴുവൻ പ്ലാസ്റ്റിക്കാണ്. ഇതിന്റെ സൈഡിൽ നമ്മുടെ നാട്ടുകാർ, നമ്മുടെ വലിയ സാക്ഷര കേരളം, സുന്ദര കേരളം, നമ്മൾ എല്ലായിടത്തും നമ്പർ 1 ആണ് എന്നൊക്കെ പറയും. പാവം ഈ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളെ പോലും മങ്ങലേൽപ്പിക്കാൻ വേണ്ടിയാണ് ആളുകൾ ഇവിടെ ഫുഡ് വേസ്റ്റ് കൊണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇതിന്റെ തൊട്ടപ്പുറത്ത് മുമ്പ് ബലിതർപ്പണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കനാലുണ്ട്. ഒരു വശത്ത് സമാന്തരമായി ഒഴുകുന്ന ദേശീയ ജലപാത. അതെല്ലാം മരണത്തിന്റെ ആസന്ന വക്കിലാണ്. അതൊക്കെ ഇവിടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് പോലും അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ഫുഡ് വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. സർക്കാർ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ആരെ കാണിക്കാൻ വേണ്ടിയാണ്? ഇന്ന് നദീദിനം ആണ്. നദീദിനത്തിനെങ്കിലും ഇതൊക്കെ കാണണമല്ലോ. നദീദിനമല്ല, ഇനി ഏതൊക്കെ ദിനം വന്നാലും ഈ ദിനങ്ങളിലൊക്കെ എങ്കിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രജനീഷിനൊപ്പം BS ജോയി, വിസ്മയ ന്യൂസ്, വർക്കല.